Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the first part of the topic, contents or clauses of Memorandum of Association from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Let us discuss the contents of Memorandum of Association. According to the Companies Act, the Memorandum of Association of a company must contain the following clauses. Clauses of Memorandum of Association. First clause is name clause of Memorandum of Association. The name of the company should be stated in this clause. A company is free to select any name it likes, but the name should not be identical or similar to that of a company already registered. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അഥവാ MOA കമ്പനിയെ സംബന്ധിച്ച് പരമപ്രധാനമായിട്ടുള്ള ഒരു രേഖയാണ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റാണ്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനികാര്യ നിയമപ്രകാരം ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ക്ലോസസ് ഉണ്ടായിരിക്കണം. ക്ലോസസ് എന്ന് പറയുമ്പോൾ അതിനെ ഉടമ്പടി എന്ന് പറയാം, നിബന്ധനകൾ എന്ന് പറയാം, വകുപ്പുകൾ എന്ന് പറയാം. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില ക്ലോസസ് ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് നെയിം ക്ലോസ് ആണ്. എന്താണ് നെയിം ക്ലോസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വകുപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു നിബന്ധനയിലാണ് കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന ഡോക്യുമെൻറ്റിനകത്ത് ആ കമ്പനിയുടെ പേര് അതിനകത്ത് പറഞ്ഞിരിക്കും. അത് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒന്നാമത്തെ ക്ലോസായ നെയിം ക്ലോസിലാണ് കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. കമ്പനിക്ക് ഏത് പേര് വേണമെങ്കിലും, കമ്പനിക്ക് അതിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊമോട്ടേഴ്സിന് എന്ത് പേര് വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത്തരത്തിൽ സെലക്ട് ചെയ്യുന്ന പേര് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഇപ്പോൾ നിലവിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ പേര് ആയിരിക്കും. അതുമായിട്ട് ഐഡൻറ്റിക്കൽ ആകാൻ പാടില്ല, അല്ലെങ്കിൽ സിമിലർ ആകാൻ പാടില്ല. ഒരേ പേരാകാനും പാടില്ല, ആ പേരുമായിട്ട് വളരെ സാമ്യമുള്ളതുമായിട്ടുള്ള പേരാകാനും പാടില്ല. ഇതാണ് നിബന്ധന എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ഓൾസോ യൂസ് വേർഡ്സ് ലൈക്ക് കിങ്, ക്വീൻ, എംപറർ, ഗവൺമെൻറ് ബോഡീസ് ആൻഡ് നെയിംസ് ഓഫ് വേൾഡ് ബോഡീസ് ലൈക്ക് UNO, WHO, വേൾഡ് ബാങ്ക് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരേപോലത്തെ പേരാകാൻ പാടില്ല, അതിന് സാമ്യമായിട്ടുള്ള പേരാകാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടെ പറയുന്ന കാര്യം, ഒരു കമ്പനിയുടെ പേര് ഒരിക്കലും ഒരു രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ചക്രവർത്തിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡീസിൻ്റെ, സർക്കാർ സ്ഥാപനങ്ങളുടെയോ അത്തരത്തിലുള്ള പേരുകൾ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. മാത്രമല്ല വേൾഡ് ബോഡീസായ നമുക്കറിയാം UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്, WHO, വേൾഡ് ബാങ്ക്, ഇതെല്ലാം വേൾഡ് ബോഡീസാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സംഘടനകളുടെയൊക്കെ പേര് നമുക്ക് കമ്പനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ മൂന്ന് പേരുകൾ മാത്രമല്ല, UNO, WHO, വേൾഡ് ബാങ്ക്, ഈ മൂന്ന് പേരുകളല്ല, ഇത്തരത്തിലുള്ള വേൾഡ് ബോഡീസിൻ്റെ, ലോക രാഷ്ട്ര സംഘടനകളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡീസിൻ്റെയൊക്കെ പേരുകളൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇഫ് ഇറ്റ് ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, the name of the company should end with the word limited, and if it is a private limited company, the name should end with the words private limited. ഇനി മറ്റൊരു നിബന്ധനയുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, പൊതുമേഖലാ കമ്പനി ആണെങ്കിൽ, ആ കമ്പനിയുടെ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്ന് അവസാനിക്കും, ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കും. ഇനി അതല്ല ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, ഒരു സ്വകാര്യ കമ്പനി ആണെങ്കിൽ, ആ കമ്പനിയുടെ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കണം. ഇതാണ് ഈ നെയിം ക്ലോസിൽ പറയുന്ന നിബന്ധനകൾ. Second content or clause of Memorandum of Association is the situation clause or registered office clause of Memorandum of Association. In this clause, the name of the state where the company's registered office is located should be mentioned. Registered office means a place where the common seal, statutory books, etc. of the company are kept. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റിലെ രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ ക്ലോസ് അഥവാ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്നാണ്. ഈ ക്ലോസിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കണം. ഏത് സ്റ്റേറ്റിലാണ് ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ കോമൺ സീല് മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്, നിയമപരമായിട്ട് ഒരു കമ്പനിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള എല്ലാ രേഖകളും,
ആ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എല്ലാം എവിടെയാണോ വെച്ചിരിക്കുന്നത് അതായിരിക്കും ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അങ്ങനെ പല സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഉണ്ട്, മറ്റ് രേഖകളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സീല് ഇതെല്ലാം കീപ്പ് ചെയ്യുന്ന ഓഫീസാണ് രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഈ ക്ലോസിൽ മെൻഷൻ ചെയ്തിരിക്കണം. The company should intimate the location of registered office to the registrar within 30 days from the date of incorporation or commencement of business. ഇനി ഈ സിറ്റുവേഷൻ ക്ലോസിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിനകത്ത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ കാര്യം ഏത് സംസ്ഥാനത്താണ് രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഈ ലൊക്കേഷനെ സംബന്ധിച്ച് കമ്പനികാര്യ രജിസ്ട്രാർക്ക് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് എന്ന് വെച്ചാൽ ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം. അത് 30 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കുകയും വേണം. The registered office of a company can be shifted from one place to another within the town with a simple intimation to the registrar. നമ്മൾ നേരത്തെ പറഞ്ഞത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നിബന്ധനയുണ്ട്. എന്നാൽ ഇതേ രജിസ്റ്റേർഡ് ഓഫീസ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനുള്ളിൽ തന്നെ, ആ ടൗണിനുള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ രജിസ്ട്രാർക്ക് ഒരു അറിയിപ്പ് കൊടുത്താൽ മതി, സിമ്പിൾ ഇൻറ്റിമേഷൻ കൊടുത്താൽ മതി. സാധാരണ രീതിയിൽ ഒരു അറിയിപ്പ് കൊടുത്താൽ അത്തരത്തിൽ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. But in some situation, the company may want to shift its registered office to another town within the state. Under such circumstance, a special resolution should be passed. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കമ്പനിക്ക് അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ, അതായത് ആ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിനുള്ളിൽ, സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അത്തരം സാഹചര്യത്തിൽ ഒരു കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഒരു പ്രത്യേക പ്രമേയം പാസ്സാക്കി എടുത്തിട്ട് മാത്രമേ അത്തരത്തിൽ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഈ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുന്ന കമ്പനിയുടെ മീറ്റിങ്ങുകളിലാണ്. ജനറൽ ബോഡി മീറ്റിങ്ങിൽ, ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീറ്റിങ്ങുകളിലാണ് ഈ റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നത്, പ്രമേയങ്ങൾ പാസ്സാക്കുന്നത്. Whereas to shift the registered office to other state, memorandum should be altered accordingly. ഇനി കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ പരമപ്രധാനമായിട്ടുള്ള ഡോക്യുമെൻ്റ് തന്നെ ഓൾട്ടർ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് ഭേദഗതി വരുത്തണം. എങ്കിൽ മാത്രമേ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Assignment questions. First question, briefly explain the name clause of Memorandum of Association. Second question, briefly explain the situation clause of Memorandum of Association. I hope all of you understood the first part of the topic, contents or clauses of Memorandum of Association, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.